പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 12 ബിസിനസ് സ്റ്റഡീസിൻ്റെ 7ാമത്തെ ചാപ്റ്റർ ഡയറക്റ്റിംഗ് ഈ പാഠത്തിൻ്റെ 1ാമത്തെ പാർട്ടിലേക്കാണ് കടക്കുന്നത്. ഇന്ന് പുതിയ ചാപ്റ്റർ ആരംഭിക്കുന്നു. ഡയറക്റ്റിംഗ് എന്നുള്ള ഈ പാഠത്തിൻ്റെ 1ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യം തന്നെ ഡയറക്റ്റിംഗ് എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ ദ മീനിങ് ഓഫ് ഡയറക്റ്റിംഗ്. മാനേജ്മെൻറ്റിൻ്റെ ഒരു കീ ഫങ്ഷനായിട്ട് കരുതപ്പെടുന്ന ഡയറക്റ്റിംഗ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശം നൽകൽ. നമുക്കറിയാം, പ്ലാനിംഗ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ് എന്നിവയൊക്കെയും മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യങ്ങളാണ്, ധർമ്മങ്ങളാണ്. അവയെക്കുറിച്ച് നമ്മൾ ഓൾറെഡി വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞു. പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് വിശദമായിട്ട് പ്ലാനുകൾ തയ്യാറാക്കി എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്തു. ഓർഗനൈസിങ്ങിൻ്റെ ഭാഗമായി സ്ഥാപനത്തിന് വ്യക്തമായൊരു രൂപഘടനയുണ്ടാക്കി അധികാര ഉത്തരവാദിത്ത വിന്യാസം നിർവഹിച്ചു. അതിനുശേഷം സ്റ്റാഫിങ്ങിലൂടെ നമുക്ക് വിവിധ തസ്തികകളിൽ ആവശ്യമുള്ള ജീവനക്കാരെ നമ്മൾ തിരഞ്ഞെടുത്ത് പരിശീലനം നൽകി കഴിഞ്ഞു. തുടർന്ന് സ്ഥാപന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ തൊഴിലാളികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, സമയാസമയത്തുള്ള മാർഗനിർദ്ദേശം നൽകേണ്ടതുണ്ട്. അപ്പോൾ ഡയറക്റ്റിംഗ് ഫങ്ഷൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷൻ തന്നെയാണ്. ഇറ്റ് ഈസ് എ കീ ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ഹിയർ ഡയറക്റ്റിംഗ് ഫങ്ഷൻ മീൻസ് ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഗൈഡിങ് പീപ്പിൾ ഇൻ ഡൂയിങ് വർക്ക്. ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ നൽകലും ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരെ ഗൈഡ് ചെയ്യലുമാണ് ഡയറക്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആവശ്യമായ മാർഗനിർദ്ദേശം നൽകലാണ്. നമുക്കറിയാം, സ്റ്റാഫിങ്ങിന് ശേഷം നിർവഹിക്കേണ്ട ഏറെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനാണ് ഡയറക്റ്റിംഗ്. അതിലൂടെയാണ് ഒരു സ്ഥാപനത്തെ കർമ്മനിരതമാക്കുന്നത്. ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരെ അവർക്കാവശ്യമുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അവരെ പ്രവർത്തന ഉന്മുഖരാക്കുന്ന, കർമ്മനിരതരാക്കുന്ന പ്രവർത്തനമാണ് ഡയറക്റ്റിംഗ്. മുന്നേ നമ്മൾ കണ്ട പ്ലാനിംഗ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ് തുടങ്ങിയ ഫങ്ഷൻസ് കാര്യങ്ങളെ സെറ്റ് ചെയ്യൽ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ വേണ്ട ഒരുക്കങ്ങൾ നിർവഹിക്കൽ മാത്രമാണ്. എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള ജീവനക്കാർക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശമാണ് അടുത്തതായിട്ട് നിർവഹിക്കേണ്ടത്. സോ ആഫ്റ്റർ പെർഫോമിംഗ് പ്ലാനിംഗ്, ഓർഗനൈസിങ് ആൻഡ് സ്റ്റാഫിംഗ്, proper direction should be given to all people in the organization. So directing means giving instructions and guiding people in doing work. It refers to the process of instructing, guiding, counseling, motivating and leading people in the organization to achieve its objectives. അപ്പോൾ കേവലം നിർദ്ദേശങ്ങൾ കൊടുക്കൽ മാത്രമല്ല ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഡയറക്റ്റിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നിർദ്ദേശങ്ങൾ നൽകൽ എന്നുള്ളത്.
എന്നാൽ കേവലം നിർദ്ദേശങ്ങൾ നൽകുന്നത് മാത്രമല്ല ഡയറക്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ ബ്രോഡർ ടേം, കൂടുതൽ ഇംപ്ലിക്കേഷൻസ് ഉള്ള ഒരു ബ്രോഡർ ടേമാണ് ഡയറക്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് നോട്ട് ഓൺലി ഇൻക്ലൂഡ്സ് ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ് ബട്ട് ഓൾസോ ഗൈഡിങ്, കൗൺസിലിംഗ് and also motivating and leading people in the organization to achieve its objectives. സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ സ്ഥാപനത്തിലെ ജീവനക്കാർ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലുള്ള വ്യക്തികളെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകലും അവർക്ക് വേണ്ട ഗൈഡൻസ് നൽകലും അതോടൊപ്പം തന്നെ കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യലും കഠിനാധ്വാനം ചെയ്യാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുക, മോട്ടിവേറ്റ് ചെയ്യലും അവർക്ക് വേണ്ട നേതൃത്വം കൊടുക്കുക തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളും ഉൾച്ചേരുന്ന ഒന്നാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കേവലം നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു പ്രവർത്തനത്തിൽ നിന്നും വളരെ വിശാലാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഡയറക്റ്റിംഗ് എന്നുള്ള ഫങ്ഷൻ. ഇറ്റ് നോട്ട് ഓൺലി ഇൻക്ലൂഡ്സ് ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ് ബട്ട് ഓൾസോ ഗിവിംഗ് ഗൈഡൻസ് ടു ദ subordinates and also providing counseling facilities, motivating the subordinates and also leading the people in the organization for the purpose of achieving the predetermined objectives. പ്ലാനിങ്ങിൻ്റെ സമയത്ത് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നമ്മൾ നിർണ്ണയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ സ്ഥാപനത്തിലുള്ള എല്ലാ ജീവനക്കാരെയും അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന പ്രവർത്തനമാണ്, അല്ലെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും അവരെ ഗൈഡ് ചെയ്തുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് അവരെ കർമ്മനിരതരാക്കുന്ന പ്രവർത്തനമാണ് അഥവാ പ്രക്രിയയാണ് ഡയറക്റ്റിംഗ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശം നൽകൽ. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു നിർവചനം പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ആക്ടിവേറ്റിംഗ് ഹ്യൂമൻ റിസോഴ്സസ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ബിസിനസ്. ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അവിടെയുള്ള മനുഷ്യ വിഭവശേഷിയെ കർമ്മനിരതമാക്കുന്ന പ്രക്രിയയാണ് ഡയറക്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഡയറക്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ആക്ടിവേറ്റിംഗ് ദ ഹ്യൂമൻ റിസോഴ്സസ്. ആ സ്ഥാപനത്തിലെ ജീവനക്കാരെ ആക്ടിവേറ്റ് ചെയ്യുക, കർമ്മനിരതരാക്കുന്ന പ്രവർത്തനമാണ്. എന്തിനു വേണ്ടി? ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദാറ്റ് ബിസിനസ് ഓർഗനൈസേഷൻ. ദെൻ നെക്സ്റ്റ് വി ഷാൽ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിങ്ങിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഡയറക്റ്റിംഗ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്? Firstly, it initiates action. ഡയറക്റ്റിംഗ് ആണ് ഒരു സ്ഥാപനത്തിൽ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുന്നത്. ഒരു സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു കർത്തവ്യം എന്ന നിലയിൽ ഡയറക്റ്റിങ്ങിനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഡയറക്റ്റിങ്ങിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് ഇറ്റ് ഇനീഷ്യേറ്റ്സ് ആക്ഷൻ. ഇറ്റ് ഗീവ്സ് എ സ്റ്റാർട്ടിംഗ് ഫോർ ഓൾ ആക്ഷൻസ് ഇൻ ദ മാനേജ്മെൻറ്റ്. ഒരു സ്ഥാപനത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിക്കുന്ന ഒരു പ്രക്രിയ ആണ് ഡയറക്റ്റിംഗ്. അപ്പോൾ ഡയറക്റ്റിങ്ങിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് ഇറ്റ് ഇനീഷ്യേറ്റ് ആക്ഷൻ. ഇറ്റ് ഗീവ്സ് എ സ്റ്റാർട്ട് ഫോർ ഓൾ ആക്ഷൻസ് ഇൻ ദ ഓർഗനൈസേഷൻ. ആ സ്ഥാപനത്തിൽ മാനേജ്മെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിക്കുന്ന ഒരു പ്രക്രിയയാണ് ഡയറക്റ്റിംഗ്. ആൻഡ് സെക്കൻഡ്ലി, it is pervasive in nature. Directing is required at all levels of management. ഒരേ സമയത്ത് ടോപ്പ് ലെവലിലും മിഡിൽ ലെവലിലും ലോവർ ലെവലിലും റെലവൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് എല്ലാ തലങ്ങളിലും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഡയറക്റ്റിംഗ്. എവിടെയൊക്കെ മേലുദ്യോഗസ്ഥ കീഴുദ്യോഗസ്ഥ ബന്ധമുണ്ടോ അവിടെയൊക്കെയും നമുക്ക് ഡയറക്റ്റിംഗ് കാണാൻ കഴിയും. സോ ഡയറക്റ്റിംഗ് ടേക്സ് പ്ലേസ്
wherever superior subordinate relationship exists. അപ്പോൾ അത്രയും പെർവസീവാണ് ഒരു സ്ഥാപനത്തിലെ എല്ലാ തലങ്ങളിലും ആവശ്യമുള്ളൊരു ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് മാത്രമല്ല ഡയറക്ഷൻ കൊടുക്കുന്നത്. അവിടെ ഒരേ സമയത്ത് ടോപ്പ് ലെവലിലും മിഡിൽ ലെവലിലും ലോവർ ലെവലിലും പ്രസക്തമായിട്ടുള്ള അല്ലെങ്കിൽ അവർ പെർഫോം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ്. സോ ഇറ്റ് ടേക്സ് പ്ലേസ് വെറെവർ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ്. എവിടെ മേലുദ്യോഗസ്ഥ കീഴുദ്യോഗസ്ഥ ബന്ധമുണ്ടോ അവിടെയൊക്കെ ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ പെർഫോം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് പെർവസീവ് ഇൻ നേച്ചർ, സർവ്വവ്യാപിയാണ്. ഒരു സ്ഥാപനത്തിലെ എല്ലാ തലങ്ങളിലും പെർഫോം ചെയ്യപ്പെടേണ്ട ഒരു ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ്. ആൻഡ് തേർഡ്ലി സ്പീക്കിംഗ്, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇതൊരു തുടർ പ്രക്രിയയാണ്. ഡയറക്റ്റിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. It should be carried out throughout the life of the organization. ഒരു സ്ഥാപനത്തിൽ എല്ലാ കാലഘട്ടങ്ങളിലും ആ സ്ഥാപനത്തിലെ എല്ലാ കാലയളവുകളിലും പെർഫോം ചെയ്യേണ്ടതാണ് ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ. ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ദൈനംദിനം മാനേജർമാർ തൻ്റെ കീഴ് ജീവനക്കാർക്ക് നൽകേണ്ടതുണ്ട്. അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും അവരെ ലീഡ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിൽ ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇറ്റ് ഷുഡ് ബി ക്യാരിഡ് ഔട്ട് ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിൻ്റെ എല്ലാ കാലഘട്ടങ്ങളിലും, സ്ഥാപനം തുടങ്ങുമ്പോൾ മാത്രമല്ല, ആ സ്ഥാപനത്തിൽ എല്ലാ കാലയളവിലും ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. സോ ഡയറക്റ്റിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ആൻഡ് അഗെയിൻ it flows from top to bottom. Directing flows from top to bottom. കാരണം ഒരു മേലുദ്യോഗസ്ഥനാണ് തൻ്റെ കീഴുദ്യോഗസ്ഥന് നിർദ്ദേശങ്ങൾ നൽകുന്നത്. സോ മാനേജേഴ്സ് ക്യാൻ ഡയറക്റ്റ് ദ സബോർഡിനേറ്റ്സ്. ഒരു മേലുദ്യോഗസ്ഥൻ തന്നെ കീഴ് ജീവനക്കാരനാണ് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും അവനെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. സോ ഡയറക്റ്റിംഗ് ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. മുകളിൽ നിന്ന് താഴേക്കാണ് അതിൻ്റെ ഫ്ലോ. Directing flows from top to bottom. And lastly, it involves human element. വിവിധ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഹ്യൂമൻ എലമെൻറ്റ് മാത്രമാണ് നമുക്കറിയാം ആക്റ്റീവായിട്ടുള്ളൊരു എലമെൻ്റ് എന്ന് പറയുന്നത്. ഓൾ അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ പാസീവ് ഇൻ നേച്ചർ. ബാക്കിയെല്ലാം ഫിസിക്കൽ റിസോഴ്സസ് ആണ്. മിഷനറി ആണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും അല്ലെങ്കിൽ ക്യാപിറ്റൽ ആണെങ്കിലും ഇത്തരത്തിലുള്ള എല്ലാ ഹ്യൂമൻ ബീങ്സ് ഒഴികെ അല്ലെങ്കിൽ ഹ്യൂമൻ എലമെൻ്റ് ഒഴികെ ബാക്കി എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും പാസീവാണ്. അവയെ ആക്റ്റീവായിട്ട് നിലനിർത്തുന്ന ഏക എലമെൻറ്റ് ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പോൾ ആ ഹ്യൂമൻ ബീങ്സിനെ ആക്ടിവേറ്റ് ചെയ്ത് നിലനിർത്തുന്ന അല്ലെങ്കിൽ അവരെ ആക്റ്റീവായിട്ട് നിലനിർത്തുന്ന, സമയാസമയത്ത് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ പ്രചോദനം നൽകുന്നില്ലെങ്കിൽ, ആവശ്യമായ ലീഡർഷിപ്പ് നൽകുന്നില്ലെങ്കിൽ അവിടെ ഹ്യൂമൻ ബീങ്സും പാസീവായി തീർന്നേക്കാം. അപ്പോൾ അത്തരത്തിൽ ഹ്യൂമൻ ബീങ്സ് എന്നുള്ള ആ എലമെൻറ്റിനെ ആക്റ്റീവായിട്ട് നിലനിർത്തുന്ന പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് ആണ്. അപ്പോൾ ഡയറക്റ്റിംഗ് നേരിട്ട് ഹ്യൂമൻ എലമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഹ്യൂമൻ ബീങ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. നിർദ്ദേശങ്ങൾ നൽകുന്നത് ഹ്യൂമൻ ബീങ്സിനാണ്. ഇറ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ ഫിസിക്കൽ റിസോഴ്സസ് ഇൻ ദ ഓർഗനൈസേഷൻ. ആ ഫിസിക്കൽ റിസോഴ്സസിനെ ഹാൻഡിൽ ചെയ്യുന്ന ഹ്യൂമൻ ബീങ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് വിത്ത് ദ ഹ്യൂമൻ എലമെൻറ്റ് ഇൻ ദ ഓർഗനൈസേഷൻ. So these all are the main features or the characteristics of directing. ഡയറക്റ്റിങ്ങിൻ്റെ പ്രധാന സ്വഭാവ സവിശേഷതകളാണ് നമ്മൾ കണ്ടത്. Then next we shall discuss about the importance of directing function of management. ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ്റെ പ്രാധാന്യം എന്താണ്?
തുടർന്നുള്ള 5 പോയിന്റുകളിലൂടെ ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ്റെ പ്രാധാന്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ കാണുകയുണ്ടായി മാനേജ്മെൻറ്റിൻ്റെ കീ ഫംഗ്ഷൻ, വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു കീ ഫംഗ്ഷൻ തന്നെയാണ് ഡയറക്റ്റിംഗ്. കേവലം നിർദ്ദേശങ്ങൾ കൊടുക്കൽ മാത്രമല്ല ഡയറക്റ്റിംഗ്. ജീവനക്കാരെ ഗൈഡ് ചെയ്തുകൊണ്ട്, അവരെ ലീഡ് ചെയ്തുകൊണ്ട്, അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്, അവരെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഫലവത്തായിട്ട് നേടിയെടുക്കുക എന്നുള്ളതാണ് ഡയറക്റ്റിങ്ങിലൂടെ ചെയ്യുന്നത്. സോ അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്റ്റിംഗ്, ദ ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ക്ലാരിഫൈസ് വർക്ക്. ഓരോ ജീവനക്കാരും, ഒരു സ്ഥാപനത്തിലെ ഓരോ ജീവനക്കാരനും നിർവഹിക്കേണ്ട ജോലി എന്താണെന്ന് വ്യക്തമായിട്ട് നിർദ്ദേശം നൽകുന്നത് ഡയറക്റ്റിംഗ് ഫംഗ്ഷനിലൂടെയാണ്. അപ്പോൾ ജീവനക്കാർക്ക് അവരുടെ പ്രവർത്തനങ്ങളിൽ ക്ലാരിറ്റി ലഭിക്കുന്നു. യാതൊരു വക ഡൗട്ട്സുമില്ലാതെ കാര്യങ്ങൾ ശരിയായ വിധം നിർവഹിക്കുന്നതിന് ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ സഹായിക്കുന്നുണ്ട്. ഇഫ് എ സുപ്പീരിയർ ഗൈഡ്സ് ഹിസ് സബോർഡിനേറ്റ്സ് and clarifies the doubts in performing a task, it will help the worker to achieve work targets given to him. അപ്പോൾ കൃത്യമായിട്ട് വർക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് ജോലി ചെയ്യേണ്ടത്, എന്ത് ജോലിയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വ്യക്തത ജീവനക്കാർക്ക് ലഭിക്കേണ്ടതുണ്ട്. സമയാസമയം മേലുദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് വേണ്ട നിർദ്ദേശം നൽകിക്കൊണ്ട് ആ ജോലി നിർവഹണത്തിൽ വേണ്ട ക്ലാരിറ്റി കീ ജീവനക്കാർക്ക് നൽകുന്നത് ഡയറക്റ്റിങ്ങിലൂടെയാണ്. അതിലൂടെ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് അവരുടെ വർക്ക് ടാർഗറ്റുകൾ അനായാസം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മേലുദ്യോഗസ്ഥർ വേണ്ട ഗൈഡൻസ് കൊടുക്കുന്നു. അപ്പോൾ ഡയറക്റ്റിംഗ് ആണ് അത്തരത്തിൽ വർക്ക് ക്ലാരിഫിക്കേഷൻ നൽകുന്നത്. രണ്ടാമതായി, ഇറ്റ് ഇൻ്റഗ്രേറ്റ്സ് എഫേർട്സ്. ഒരു സ്ഥാപനത്തിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ, വിവിധ വ്യക്തികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട്, കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് സ്ഥാപന ലക്ഷ്യം നേടാൻ സഹായിക്കുന്ന ഡയറക്റ്റിംഗ് ആണ്. ഇറ്റ് ഇൻ്റഗ്രേറ്റ്സ് എഫേർട്സ്. ഡയറക്റ്റിംഗ് ഇൻ്റഗ്രേറ്റ്സ് എംപ്ലോയീസ് എഫേർട്സ് in the organization in such a way that every individual effort contribute to the organizational performance. ഇത്തരത്തിൽ ഒരു സ്ഥാപനത്തിലുള്ള വിവിധ പ്രവർത്തനങ്ങളെ ഏകോപിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഡയറക്റ്റിംഗ് ഫംഗ്ഷനിലൂടെയാണ്. മാർഗനിർദ്ദേശം ഏകോപനം സാധ്യമാക്കുന്നു. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ജോലി ചെയ്യുന്ന അവിടെ ഇൻഡിവിജ്വലായിട്ടുള്ള വർക്കേഴ്സിൻ്റെ എഫേർട്സിലൂടെയാണ് സ്ഥാപനത്തിൻ്റെ പൊതുലക്ഷ്യം നേടേണ്ടത്. ആ പൊതുലക്ഷ്യത്തിലേക്ക് ജീവനക്കാരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും സൂപ്പർവിഷനും മോട്ടിവേഷനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ ഓർഗനൈസേഷണൽ പെർഫോമൻസ്. സ്ഥാപനത്തിൽ മെച്ചപ്പെട്ട പ്രവർത്തനത്തിന് അത് ഇടയാക്കുന്നുണ്ട്. ദെൻ മൂന്നാമതായി, ഇറ്റ് റിയലൈസ് ദ ഫുൾ പൊട്ടൻഷ്യൽ. ഈ ജീവനക്കാരുടെ കഴിവും അവരുടെ ശേഷിയും കൃത്യമായിട്ട് തിരിച്ചറിയാൻ ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ സഹായിക്കുന്നുണ്ട്. ഇറ്റ് റിയലൈസ് ദ ഫുൾ പൊട്ടൻഷ്യൽ. Directing aids employees to fully realize their potential and capabilities by motivating and providing effective leadership. നമുക്കറിയാം, മോട്ടിവേഷനും ലീഡർഷിപ്പും ഡയറക്റ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് ആണ്, ഘടകങ്ങളാണ്. അപ്പോൾ കീഴ്ജീവനക്കാരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്, മേലുദ്യോഗസ്ഥർ നല്ല ലീഡേഴ്സായിട്ട് വർത്തിച്ചുകൊണ്ട് കീഴ്ജീവനക്കാരുടെ ഫുൾ പൊട്ടൻഷ്യൽ അറിയാൻ അവരെ സഹായിക്കുകയും അതിലൂടെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ അനായാസം നേടിയെടുക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ഫോർത്തിലി, ഇറ്റ് ഫെസിലിറ്റേറ്റ് ചേഞ്ചസ്. ഒരു സ്ഥാപനത്തിൽ മാറ്റങ്ങൾ അനായാസം നടപ്പിലാക്കാൻ ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ സഹായിക്കുന്നുണ്ട്. ഇഫക്റ്റീവ് ഡയറക്റ്റിംഗ്
Through motivation, communication and leadership helps to reduce resistance to change and develop required cooperation in introducing changes in the organization. പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെ യഥാസമയം കീഴ് ജീവനക്കാരുമായിട്ട് ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് നല്ല ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് സ്ഥാപനത്തിൽ മാറ്റങ്ങൾ അനായാസം നടപ്പിലാക്കാം. പൊതുവിൽ നമുക്കറിയാം മാറ്റങ്ങളൊരു എതിർപ്പ് അല്ലെ റെസിസ്റ്റൻസ് കീഴ് ജീവനക്കാർക്കുണ്ടാവും. മാറ്റങ്ങൾ എതിർക്കാനുള്ളൊരു മനോഭാവമാണ് പൊതുവെ ജീവനക്കാർക്കുണ്ടാവുക. എന്നാൽ കൃത്യമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ട് അവരെ കീഴ് ജീവനക്കാരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് നല്ല ലീഡർഷിപ്പ് പ്രദാനം ചെയ്തുകൊണ്ട് അവരുടെ എതിർപ്പുകളെ ഒഴിവാക്കാനും അവരുടെ സഹകരണത്തോടു കൂടി സ്ഥാപനത്തിൽ മാറ്റങ്ങൾ നടപ്പിലാക്കാനും കഴിയും. അപ്പോൾ സ്ഥാപനത്തിലെ മാറ്റങ്ങൾ അനായാസമാക്കുന്നതിലും ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ്ലി, ഇറ്റ് ബ്രിങ്സ് സ്റ്റെബിലിറ്റി ഇൻ ദ ഓർഗനൈസേഷൻ. It brings stability and also balance in the organization. സ്ഥിരതയും സന്തുലിതാവസ്ഥയും സ്ഥാപനത്തിന് ഉണ്ടാക്കാൻ സഹായിക്കുന്നു. Effective directing helps to bring stability and balance in the organization since it fosters cooperation and commitment among the people. കൃത്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ജീവനക്കാർക്കിടയ്ക്ക് കോഓപ്പറേഷനും കമ്മിറ്റ്മെൻറ്റും ഉണ്ടാക്കാൻ കഴിയും. ജീവനക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ടാക്കിക്കൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ അവരുമായിട്ട് സംവദിച്ചുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് നല്ല ലീഡർഷിപ്പ് പ്രദാനം ചെയ്തുകൊണ്ട് അവരുടെ സഹകരണത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ ആത്മാർത്ഥതയുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുകയും അതിലൂടെ സ്ഥാപനത്തിനൊരു സ്ഥിരതയും സന്തുലിതാവസ്ഥയും കൈവരിക്കാൻ സഹായിക്കുന്നുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കൈകോർത്തുകൊണ്ട് എല്ലാ ജീവനക്കാരും സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. അതിലൂടെ സ്ഥാപനത്തിനൊരു സ്ഥിരതയും സന്തുലിതാവസ്ഥയും ലഭിക്കുന്നു. സോ ഡയറക്റ്റിംഗ് ഹെൽപ്സ് ടു ബ്രിങ് സ്റ്റെബിലിറ്റി ആൻഡ് ഓൾസോ ബാലൻസ് ഇൻ ദ ഓർഗനൈസേഷൻ. സോ ദീസ് ഓൾ ആർ ദ പോയിൻറ്റ്സ് ഓഫ് ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്റ്റിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് 3 കാര്യങ്ങളാണ്. അബൌട്ട് ദ മീനിങ് ഓഫ് ഡയറക്റ്റിംഗ്, വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയറക്റ്റിംഗ് ആൻഡ് ഓൾസോ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്റ്റിംഗ്. അടുത്തൊരു വീഡിയോയിൽ ഡയറക്റ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് ആയിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത്. തുടർന്നുള്ള വീഡിയോകൾ കാണുന്നത് വരെ എല്ലാവർക്കും വിട. താങ്ക് യു ഓൾ. Thank you for watching this video.